അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ വീഡിയോ വൈകിയാണ് വരുന്നത്. കറക്റ്റ് ടൈമിന് വീഡിയോ ഇടാൻ പറ്റണില്ല. ഇപ്പോൾ വീട്ടിലത്തെ കുറച്ച് തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം കൊണ്ട് തന്നെയാണ്. പിന്നെ എന്നാൽ ഉമ്മാക്ക് വയ്യ, കുട്ടികളെ ബഹളവും എല്ലാം കൂടിയിട്ട് കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അത് ഒരു ദിവസം മിസ്റ്റേക്ക് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം കണ്ടില്ലേ, ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു മിനിറ്റ് തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് വെള്ളമൊക്കെ കളഞ്ഞ് കുത്തിക്കളഞ്ഞ് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് സവോള, പച്ചമുളക്, അത് ഞാനത് തൊലി കളഞ്ഞ് കഴുകി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് ആദ്യം പകുതി വേവിച്ച് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് വെള്ളമൊക്കെ ഒഴിച്ച് വാർത്ത് എന്നിട്ട് അത് മാറ്റി ഞാൻ ചോറും വാർത്ത് വെച്ചിട്ടോ. പിന്നെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യണ വീഡിയോ ഒന്നും എടുത്തില്ല, ഫോൺ എവിടെ വെക്കാമെന്നുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട്, സ്റ്റാൻഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ് കട്ട് ചെയ്യണമൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കട്ടിങ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി പാചകത്തിലേക്ക് കിടക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ചു. ഇനി അത് ചൂടാവട്ടെ. നല്ലോണം ചൂടായിട്ട് നമുക്ക് സവോള ഇട്ടിട്ട് വഴറ്റാം. അപ്പോൾ എന്നും നമ്മൾ വേറെ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കല്ലേ. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോസ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സംഭവം കുട്ടികൾക്ക് കൊടുക്കണത് തലച്ചോറിന്, ബുദ്ധിവികാസത്തിനൊക്കെ നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ആരും ഇങ്ങനെ ഉപ്പേരിക്കൊന്നും ആരും വാങ്ങിക്കാറില്ല, കുറവാണ്, ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മളെ ചട്ടിയിലേക്ക് സവോള ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു കയ്യിൽ മൊബൈലുണ്ട് കേട്ടോ, ഷെയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുന്ന കൂട്ടുകാർ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ സ്നേഹമുള്ള കൂട്ടുകാരല്ലേ, അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി സവോളൊക്കെ നന്നായി വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചെറിയ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിനിടയിൽ ഞാൻ തക്കാളി കട്ട് ചെയ്ത് വെച്ചു. ഒരു തക്കാളിയൊക്കെ മതി, കൂടുതലിട്ട് കഴിഞ്ഞാൽ പുളിപ്പ് കൂടും. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നല്ലോണം ഇളക്കിയിട്ട് വരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ മുത്തുമണീസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ, കച്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലി, ഇത്തിരി മുളക് പൊടി. കുട്ടികൾക്ക് കൊടുക്കണമല്ലോ, അധികം എരിവൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കയ്യിൽ മൊബൈൽ ഒരു കയ്യിൽ പിടിച്ചിരിക്കണമല്ലോ, അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ കഴിയട്ടെ, നമുക്ക് വീഡിയോസ് എടുക്കണമൊക്കെ സെറ്റപ്പ് ആക്കണം. പാചക വീഡിയോ ചെയ്യണമെങ്കിൽ സ്റ്റാൻഡിങ് വേണം.
അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് മസാലയൊക്കെ. ഇത് കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ എന്തായാലും ഭക്ഷണത്തിന് രുചി കൂട്ടുന്ന ഒന്നാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായി വഴറ്റിയെടുക്കണം. മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വേവണം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. അപ്പം ഞാൻ റോസ്റ്റ് പോലെയല്ല, തോരൻ പോലെയാണ് ആക്കുന്നത്, വെള്ളം ഇല്ലാണ്ട്. പിന്നെ ഇത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് പൊരിച്ചൊക്കെ ഉണ്ടാക്കാം. അത് അങ്ങനൊന്നും ഇപ്പം ഉണ്ടാക്കണില്ല. ഇന്നിങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കിതിൻ്റെ ടേസ്റ്റ് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ റെഡിയായി ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്നും കാണുന്നത് നമ്മൾ സംസാരിക്കണത് തന്നെയല്ലേ. പിന്നെ നമ്മളങ്ങനെ മേക്കപ്പിലോട്ടൊന്നും പോകാത്തതുകൊണ്ട് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഒന്നാമത്തെ ഈ നിപ്പാണ് എൻ്റെ അവസ്ഥ. ഇത് ഞാൻ അവിടെ പോയി എടുത്ത ഫോട്ടോസൊന്നുമല്ല കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തതാണ്. ഇനി ഇത് കണ്ടിട്ട് നീ എവിടെ പോയതാണെന്ന് ചോദിക്കണ്ട കേട്ടോ കൂട്ടുകാരെ. ഞാൻ പോയതല്ല. ഫേസ്ബുക്കിൽ നിന്നൊരു വീഡിയോ കിട്ടി ഇങ്ങനത്തെ. അപ്പോൾ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. ഫോട്ടോ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ കൂട്ടുകാർ? എഡിറ്റ് ചെയ്തത് ഈ നിൽക്കുന്ന ഫോട്ടോ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോട്ടോ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് കിടക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ് കേട്ടോ. അക്കരെ എന്നാൽ എങ്ങനെ ആശ തീരും എന്നപോലെ ഇനി ഇക്കരയിലോട്ട് കിടക്കണം. ഇക്കരയല്ലേ ആൾ നിൽക്കണത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാവും. വലിയ വലിയ വീഡിയോസൊക്കെ കാണുന്ന പോലെയല്ല, ഒരുപാട് അപാകതകളുണ്ട്. അപ്പോൾ കമൻറ്റിൽ കൂടെ ഓരോരുത്തർ പറയുന്നുണ്ട്, എന്ത് വീഡിയോ, നിനക്ക് വീഡിയോ എടുക്കാൻ അറിയില്ലേ എന്നൊക്കെ കമൻറ്റിലുണ്ട് കേട്ടോ. അറിയില്ലേന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മൊബൈലും കയ്യിൽ പിടിച്ചാണ്ട് ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കണം. പിന്നെ എൻ്റെ പൊന്നൂസ് വീഡിയോ എടുത്തു തരാനൊന്നും ആയിട്ടില്ല, അവൾക്ക് അറിയില്ല. എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കാറുണ്ട്. അവൾ വലുതാവട്ടെ, അപ്പോൾ അവൾ വീഡിയോ എടുക്കാനൊക്കെ കൂടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ സ്റ്റാൻഡൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്നും ഓരോരോ വിഷയങ്ങളാണ്. വർക്കിനൊന്നും നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഇതൊക്കെയാണ് വിഷയം. പിന്നെ ഓരോരോ ചിലവുകൾ അതിൻ്റെ ഇടയിലുണ്ടല്ലോ. അപ്പോൾ കുറച്ചൊന്നും പൈസ പോരല്ലോ. സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിലും ജീവിക്കണമെങ്കിലും നല്ലോണം കാശ് തന്നെ വേണം. അപ്പോൾ ഞാനതൊന്നും നിങ്ങളുടെ അടുത്ത് പറയണ്ടല്ലോ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ വീഡിയോ എടുത്തത്, നിനക്ക് വീഡിയോ എടുക്കാൻ അറിയില്ലേ എന്നൊക്കെ. അപ്പോൾ വീഡിയോ എടുക്കാൻ നമ്മളൊന്നും പഠിച്ചിട്ടല്ലല്ലോ വരണത്. കമൻ്റ് ഇട്ടതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. കമൻറ്റുകൾ ഇടുക, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞെന്നുള്ളൂ കൂട്ടുകാരി. അപ്പോൾ ഈ കമൻ്റ് ഇട്ട കൂട്ടുകാരി ഈ വീഡിയോ കൂടി കാണുമ്പോൾ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാനിത് പറഞ്ഞതിന് കമൻറ്റിന് കുറ്റം പറയാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നമുക്ക് ശരിയാക്കാടോ വീഡിയോ എടുക്കുന്നതൊക്കെ. നീ എവിടെ ക്യാമറ പിടിക്കണം? അപ്പോൾ ഞാൻ ഉമ്മാക്ക് വയ്യാത്ത ടൈമിൽ വീഡിയോ എടുത്തതല്ലേ. അപ്പോൾ നേരെ ഉമ്മാൻ്റെ മുഖത്തോട്ട് പിടിച്ചാൽ ആൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാനങ്ങനെ ഫോൺ പിടിച്ചത്. അപ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ അറിയാം. എന്നുവെച്ചാൽ എൻ്റെ ഉമ്മാക്ക്
ഈ അസുഖം വരുമ്പോൾ ഇങ്ങനെ ഒരു ഇതുള്ളൂ. ഉമ്മ ഓൾറെഡി ഒരു പൊട്ടത്തിയോ മന്ദബുദ്ധിയോ ഒന്നും അല്ല കേട്ടോ, ബുദ്ധിയൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഉമ്മക്ക് മനസ്സിലാവും ഞാൻ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഉണ്ടോ, അത് എടുക്കണത് സമ്മതത്തോടെ എടുത്തതാണ്. അപ്പോൾ ആൾ നിന്ന് കണ്ടോ, അപ്പോൾ ആൾക്ക് ദേഷ്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നേരെ മുഖത്തോട്ട് പിടിച്ചിട്ട് തന്നെ ഞാൻ ഇന്നലെ മരുന്ന് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ആൾ ചിരിച്ച് സന്തോഷത്തിൽ, വയലൻ്റ് ഒന്നല്ല കേട്ടോ. ഇന്നലത്തെ വീഡിയോസിൽ കണ്ടില്ലേ. അപ്പോൾ കൂട്ടുകാർ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ ആ കുഞ്ഞു അറ്റത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് അമർത്തിയേക്ക് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്താളി. എന്നിട്ട് സ്നേഹമുള്ള കൂട്ടുകാർ, എല്ലാ സ്നേഹമുള്ള കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയണേ. അപ്പോൾ ഇനിയും നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുമല്ലോ, അല്ലേ, സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സഹായിക്കട്ടോ. അപ്പോൾ എന്നെ ഇഷ്ടമുള്ള എല്ലാ കൊച്ചു കൂട്ടുകാരോടും ഒരു ബായ് പറയട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോസിന് ഇത്രയൊക്കെ കണ്ടൻറ്റുകളുള്ളൂ. പിന്നെ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അവസ്ഥ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്യാനില്ല. പിന്നെ ഇപ്പോൾ എന്താ നിങ്ങളെ കാണിക്കുക ഞാൻ. പിന്നെ വീഡിയോ എടുക്കാൻ സ്റ്റാൻഡും ഇല്ല. സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ഒരു രസമുണ്ട്. നമ്മൾ നിൽക്കണതും നടക്കണതും കട്ട് ചെയ്യണതും എല്ലാം കാണാൻ പറ്റും. ഈ കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ കുക്കിംഗ് വീഡിയോ ഒരു രസം ഉണ്ടാവില്ല കൂട്ടുകാരെ. നിങ്ങൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരല്ലേ, സീലുത്താൻ്റെ ഒക്കെ. അപ്പോൾ അതിലൊക്കെ കണ്ട സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതൊരു രസമാണ്. പക്ഷേ ഒരു വൃത്തിയില്ലാതെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇനിയും നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ സഹായിക്കാൻ ഈ അവസ്ഥയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. പക്ഷെ ആരും അങ്ങനെ ഒരു സാഹസികത കാണിച്ചിട്ടില്ല. നിങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ എൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്നത്. എനിക്ക് പബ്ലിക്കായി മുഖം കാണിക്കാനും എൻ്റെ ശരീരം കാണിക്കാനൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കാനൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. വീട്ടിലിരുന്ന് നമ്മളെ ഒരാളെ തള്ളി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചൊരു പെൺകുട്ടിയാണ് ഞാൻ. പക്ഷെ എന്താ ചെയ്യുക, ചെറുപ്പത്തിലേ ഉപ്പ മരണപ്പെട്ടു. ഉമ്മയാണെങ്കിൽ ഇങ്ങനെ ഒരു മാനസിക രോഗിയും. പിന്നെ തണൽ ആവേണ്ട ഒരു അവസ്ഥ ഞാൻ പറയുന്നില്ല, അതൊക്കെയാണ്. പിന്നെ നമുക്കൊരു തണലേകണ്ടോടത്തുനിന്ന് തണൽ കിട്ടണ്ടേ. അവർ നമ്മളെ പറ്റിച്ച് ചതിച്ച് ഉള്ളതൊക്കെ കൈവശപ്പെടുത്തി നമ്മളങ്ങ് ആട്ടിപ്പായിച്ച്. അതും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുക. പിന്നെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ എല്ലാ വീഡിയോ കാണുന്ന കൂട്ടുകാരോടും എനിക്കൊന്നേ പറയുള്ളൂ, കുശുമ്പ് അസൂയൊന്നും വെച്ചിട്ട് വീഡിയോ കണ്ടിട്ട് കുശുമ്പ് പറയണ്ട. പറഞ്ഞോളി, അതൊരു രസമാണല്ലോ അല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കമൻ്റ് ഇടുന്നത് പല ഫേക്ക് ഐഡിയ ഒക്കെ ആണല്ലോ. ആരാ ഏതാണെന്നൊന്നും അറിയില്ല. എൻ്റെ ബന്ധുക്കൾ കാണുന്നുണ്ട്, സുഹൃത്തുക്കൾ കാണുന്നുണ്ട്, നാട്ടുകാർ കാണുന്നുണ്ട്, പുതിയ നാട്ടിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം എല്ലായിടത്തും എത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി പറയാൻ കേട്ടോ. എനിക്കതല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.
അപ്പോൾ കുറച്ച് പേരൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒക്കെ എനിക്ക് അറിയാൻ പറ്റും എത്ര ഷെയറിങ് ഈ ഓരോ ആഴ്ച എത്ര ഷെയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതെന്താ ഈ ഫോട്ടോ നോക്കിയിരുന്നു, അപ്പോൾ എന്നെ കാണാമല്ലോ. സംസാരിക്കണില്ലെങ്കിലും ഞാൻ അവിടെ നിൽക്കണത് കാണാൻ പറ്റുമല്ലോ. അവയൊന്നും സംസാരിച്ച് ബോറടിപ്പിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് ബോറടി ഉണ്ടാവും. അപ്പോൾ ആ ബോറടിയും കൂടി മാറ്റാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ബൈ ബൈ.